സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ODI സ്ക്വാഡ് പ്രഖ്യാപിച്ചു. സഞ്ജു സാംസൺ വീണ്ടും ടീമിലില്ല. ക്യാപ്റ്റനായിട്ട് KL രാഹുലാണ്. തിലക് വർമ്മയുണ്ട്, അതേപോലെ രവീന്ദ്ര ജഡേജ ഉണ്ട്, കുൽദീപ് യാദവ് ഉണ്ട്, നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട്. ഫാസ്റ്റ് ബൗളിംഗ് ഓപ്ഷനായിട്ട് ഗംഭീറിന്റെ മെയിൻ ഹർഷിത് റാണ ഉണ്ട്, അതേപോലെ പ്രസിദ്ധ് കൃഷ്ണ ഉണ്ട്, അർഷദീപ് ഉണ്ട്. അർഷദീപ് ഒക്കെ നന്നായി എറിയുന്ന പ്ലെയറാണ്, മോശമൊന്നുമില്ല. ഇതിൽ പറയാനുള്ളത് ധ്രുവ് ജുറേൽ ഉണ്ട്. അവസാനം കളിച്ച വൺഡേയിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി അടിച്ച സഞ്ജു സാംസൺ ടീമിലില്ല. അതേപോലെ രഞ്ജിയിൽ ബംഗാളിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഷമി ടീമിലില്ല. അതേപോലെ ഋഷഭ് പന്ത് എന്നും ടീമിലുണ്ടാവുമല്ലോ. ഋഷഭ് പന്ത് ഉണ്ട്, പിന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി ഉണ്ട്. അത് പിന്നെ ഡിസേർവ് ആണ്. അപ്പോൾ KL രാഹുലാണ് ക്യാപ്റ്റൻ. മരുമോൻ പയ്യൻ ഇല്ലാത്തതുകൊണ്ട് KL രാഹുലിനെ പിടിച്ചാക്കിയതാണ്. ഇവിടെ പ്രകടനമാണ് മാനദണ്ഡമെങ്കിൽ ഇവിടെ മുഹമ്മദ് ഷമിക്ക് ഈ ടീമിലിടാൻ വേണ്ടേ. അതേപോലെ സഞ്ജു സാംസൺ അവസാനം കളിച്ച വൺഡേയിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട് സെഞ്ചുറി അടിച്ച പ്ലെയറാണ് സഞ്ജു സാംസൺ. ടീമിലില്ല. 16 മാച്ചിന് സഞ്ജു സാംസൺ 510 റൺ, 56 ആവറേജ്, 350, ഒരു സെഞ്ചുറി. ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ ക്രിക്കറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ പറയും. കാരണം അത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മളെ ഈ സ്ക്വാഡൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ഡിസേർവ് ആയ കളിക്കാരൊന്നുമില്ല. ഇപ്പം നടക്കുന്നത് മൊത്തം അവരവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കുത്തി നിറയ്ക്കുകയാണ്. ഗൗതം ഗംഭീറിന് ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയറാണ് ഹർഷിത് റാണ ടീമിൽ എല്ലാ ടീമിലും ഉണ്ട്. ടെസ്റ്റിലുണ്ട്, വൺഡേയിലുണ്ട്, T20യിലുണ്ട്. ഓക്കെ, അർഹതയുള്ള കളിക്കാരൊന്നും ടീമിലിടുന്നില്ല. ബുംറയ്ക്ക് റെസ്റ്റാന്ന് വിചാരിക്കുക. മുഹമ്മദ് സിറാജ് അവനും റെസ്റ്റാന്ന് വിചാരിക്കുക, വർക്ക് ലോഡ് കാര്യമുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള 2 പ്ലെയറിന്റെ കാര്യം എനിക്ക് പറയാനുള്ളൂ. മുഹമ്മദ് ഷമി ബംഗാളിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിക്കൊണ്ടിരിക്കുന്ന രഞ്ജി ട്രോഫിയിൽ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് മുഹമ്മദ് ഷമി. ടീമിലില്ല. പിന്നെ നമ്മുടെ ചെക്കൻ സഞ്ജു സാംസൺ അവസാനം കളിച്ച വൺഡേയിൽ സെഞ്ചുറി അടിച്ചിട്ട് പോലും, അതും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ, എന്നിട്ട് ടീമിലിടല്ല. എന്താ അവസ്ഥ? ഇപ്പം തോന്നുന്ന ആൾക്കാരൊക്കെ ടീമിൽ കുത്തി നിറച്ചിട്ട് ഇന്ന് ഇന്ത്യൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ടെസ്റ്റിൽ ഇന്ത്യ തോൽക്കാൻ പോവുക. ഫസ്റ്റ് ടെസ്റ്റ് തോറ്റു. 2ാം ടെസ്റ്റ് 539 റൺസെറ്റാണ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യ 200 സംതിങ് ഓൾ ഔട്ടായി. 2ാം ഇന്നിങ്സ് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത് 539 റൺസ് ചേസ് ചെയ്തിട്ട് ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത് 27 റൺസ് 2 വിക്കറ്റാണ്. നാളെ ഒറ്റ ദിവസം 90 ഓവർ കളിക്കാനുണ്ട്. ആ 90 ഓവർ കൊണ്ട് സമനിലാക്കാൻ പറ്റിയേ ഭാഗ്യം. നല്ലൊരു ടീമിനെ ഗംഭീറും അജിത് അഗാർക്കറും കൂടെ നശിപ്പിച്ചു ഞാൻ പറയും.